ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധുമാസിൻ്റെ ഒരു ഹാപ്പി വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നോട് വിശേഷം? ഞാൻ എന്നാ നോക്കി അവിടെ ഇവിടെയൊക്കെ പയറുണ്ടായി കിടക്കുന്നത് കേട്ടോ, ഞാൻ കണ്ടില്ലായിരുന്നു. അയ്യോ, അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. അത് ഇന്ന് നമുക്ക് പറിക്കണം വന്നിട്ട്, അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് മൂത്ത് പോകും. ചതുരപ്പയറാണ് കേട്ടോ, നല്ലതാണ്. അതായത് തോരൻ വെച്ചാൽ നമുക്ക് വന്നിട്ട് പറിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്ത് മുറ്റത്തൊക്കെ ഇറങ്ങി ഇന്നൊരു ഇൻട്രോ ഒക്കെ എടുത്തേക്കാന്ന്. ചെറിയൊരു ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ രാവിലെ ഒരു 10-12 മണി വരെ അങ്ങനെയാണ്. അപ്പം കഴിഞ്ഞ ദിവസം ചിപ്പിമോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിന്ധു അപ്പോൾ ചീനി ഉടനെ അങ്ങനെ ഈ ചുരിദാർ ഇടുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഇടിച്ച് ഞാൻ കൂട്ടും കേട്ടോ, എന്തേലും ഉണ്ടെങ്കിലും അത് തന്നെ ഇടുന്നത്. അതെന്നാണെന്നറിയോ, എനിക്ക് ഏതെങ്കിലും ഒരു സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പിന്നെ ഞാൻ അത് തന്നെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡ്രസ്സാണ്, അതുകൊണ്ട് ഞാൻ അത് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് എനിക്ക് തയ്യലിൻ്റെ സംഘമുള്ള ദിവസമാണ്. പിന്നെ അതിനെക്കാട്ടിയൊക്കെ ഉപരി എനിക്കൊരു കുറച്ച് കുട്ടി ഷോപ്പിംഗ് ഉണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ നല്ലൊരു പരിപാടിയൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു കുഞ്ഞ് ഇച്ചിരി ഷോപ്പിങ്. എന്നാൽ അത് നമുക്ക് കട്ടപ്പനയ്ക്ക് പോയേക്കാന്ന് വിചാരിച്ചു. എന്താണ് ഷോപ്പിംഗ് എന്നൊക്കെ ഉള്ളത് ഞാൻ വന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ കുട്ടി ഷോപ്പിംഗ് ഉണ്ട്, അതിനകത്ത് ചിലപ്പോൾ ഡ്രസ്സും ഒക്കെ ഉൾപ്പെടും. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വരാം. ഇന്ന് പിന്നെ തയ്യലിൻ്റെ സംഘമുണ്ട്, 2:30-ക്കാണ്. അതിന് മുമ്പായിട്ട് എനിക്ക് തിരിച്ചു പറഞ്ഞു. ഇപ്പോൾ സമയം 11:30 ഇതാണ് കളി. രാവിലെ എണീറ്റ് എല്ലാം ഒന്നാക്കി ഒതുക്കി പറക്കിയൊക്കെ വന്നപ്പോഴത്തേന് ഈ സമയമായി. ബാക്കി നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കണമല്ലോ. രാവിലെ മുതൽ നല്ല ചീറ്റലുണ്ട് കേട്ടോ. അപ്പം അതിനുള്ള രാവിലേറ്റും കഴിഞ്ഞിരിക്കും, അതും മേടിക്കണം. പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ കുറേ പർച്ചേസിങ് ഉണ്ട് ഇന്ന്. ഇങ്ങനെ ഞാൻ ഷോപ്പിങ്ങിനൊന്നും പോകുന്ന വീഡിയോസൊന്നും ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നത്തെ എൻ്റെ ഷോപ്പിംഗ് നിങ്ങളെ കൂടെ അങ്ങോട്ട് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കട്ടപ്പനയ്ക്കാണ് പോകുന്നത് കേട്ടോ, സ്കൂട്ടിയായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഇത്രയും നേരം മഴ ചാറി നിൽക്കും. പിന്നെ വഴി പണിയുന്നതുകൊണ്ട് 2-3 നേരത്തെ അപ്പടി ചെളിയൊക്കെ ആയിട്ട് പിടിച്ച് കിടക്കും. അതുകൊണ്ട് ഞാൻ ഓർത്താൽ സ്കൂട്ടിക്ക് കൊണ്ട് ബസ്സിന് തന്നെ പോയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കണ്ണൊക്കെ നിറയുന്നത് എന്നാണെന്നറിയോ, ഈ ഇസ്നോഫീലിയയുടെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജലദോഷത്തിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട്. അപ്പം എന്തായാലും പോയിട്ടൊക്കെ വരാം. ഇന്നത്തെ നല്ലൊരു വിശേഷം, നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടല്ലോ, നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നടത്തിത്തരും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് കേട്ടോ. മക്കൾക്ക് ഒത്തിരി സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായെങ്കിലും ഉണ്ട്, ജീവിതമല്ലേ. പക്ഷേ അതിനൊക്കെ അവർ ആഗ്രഹിക്കുന്ന ആ ഒരു ഇതിലോട്ട് അവർക്ക് എത്തപ്പെടാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി ഒത്തിരി ഉന്നതങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ടൊക്കെ വരാം. ഞാൻ നിങ്ങളെ ജസ്റ്റ് പയർ കാണിച്ചു തരാവേ. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് ഓടിപ്പോയി വീഡിയോ കണ്ടോ. ഒരെണ്ണം ഉണ്ടായി മൂത്തുപോയി, നമ്മൾ കണ്ടില്ല. അതിൻ്റെ ഇപ്പുറത്തോട്ടൊക്കെ 1-2 ഒക്കെ ഉണ്ടായിട്ടുണ്ട്. താഴെയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ, കണ്ടോ കിടക്കുന്നേ. അയ്യോ, ഇന്ന് വന്നിട്ട് ഇതിനകത്തുനിന്ന് തപ്പി പറിക്കണം. എന്നാന്നറിയാം, ഈ ഇത്രയും ഓണക്ക് കിടക്കുന്നതുകൊണ്ട് നമുക്ക് കാണാനും പറ്റത്തില്ല. ഇത് കണ്ടോ, ഇതൊക്കെ ചെറുതാണ്, എന്നാലും ഉണ്ടായിട്ടുണ്ട്. ഇതേ കണ്ടോ, അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ട് ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ വന്നിട്ടാട്ടെ നമുക്കിവനെ പറിക്കാം കേട്ടോ. ചെറുപ്പയർ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇതിൻ്റെ തോരൻ. അപ്പോൾ എന്താ മാതാവിൻ്റെ അടുത്തോട്ട് വന്നേക്കുക കേട്ടോ. ഇതേ എല്ലാം സുന്ദരനാക്കി. എന്നാന്ന് ചോദിച്ചാൽ ഇതല്ലേ 8 നോയമ്പൊക്കെ അല്ലേ. പിന്നെ ഇവിടെയൊക്കെ ഇലമൊക്കെ കളഞ്ഞ് സെറ്റാക്കി കേട്ടോ. അപ്പോൾ മാതാവിൻ്റെ അടുത്തോട്ട് വന്നേക്കാണ്. അപ്പോൾ എന്നാണേലും ഇപ്പം എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ അമ്മ മാതാവിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് കേട്ടോ, എല്ലാ ദിവസവും. ദൈവമേ, അതൊരു ഭയങ്കര അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു. എന്തായാലും ഞാൻ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു കേട്ടോ, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. തിരി കത്തിക്കാൻ പറഞ്ഞവർക്കും നമുക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നേർച്ചയൊക്കെ ഇട്ടു. ഇനി ഞാൻ ഇവിടുന്ന് പോവുകയാണ്. നേർച്ചപ്പെട്ടിയുടെ പുറത്താണ് എൻ്റെ ബാഗ് കൊണ്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പോവുകയാണേ. അങ്ങനെ ഞാൻ മാതാവിൻ്റെ പള്ളിയുടെ താഴെ തന്നെ ഇറങ്ങി നിന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേറ ബസ് വന്നു. ഞാൻ അങ്ങോട്ട് പോയ വഴിക്ക് ഒരു ചേച്ചിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ തയ്യലിൻ്റെ സംഘത്തിലൊക്കെ ഉള്ള നന്ദിനി ചേച്ചി. അപ്പം നന്ദിനി ചേച്ചി ചോദിച്ചു, എന്തിനാടി ചോദിച്ചാൽ നീ നടന്നു പോകുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ കയറണം ചേച്ചി. എന്നാൽ ഇപ്പം 12:15 ഒരു ബസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ നടന്നാണ് ഇവിടുന്ന് പരപ്പ വരെ പോയത്, മാതാവിൻ്റെ അടുത്തോടെ പോയത്. പക്ഷേ അന്നേരമൊക്കെ ചെറിയ ചാറ്റമഴയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ മാതാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു, കുടയൊക്കെ മുടക്കി. പിന്നെ ഞാൻ ഇച്ചിരി ഒരു 10 മിനിറ്റ് നിന്നു പള്ളിയുടെ താഴെ. അത് കഴിഞ്ഞ് ബസ്സൊക്കെ കിട്ടിയതുണ്ടോ, പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെയൊക്കെ വഴി കണ്ടോ, വഴിപണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വീടൊക്കെ ഇടിഞ്ഞു വീഴാൻ വരുന്ന മാതിരിയൊക്കെ ആയിരിക്കുന്നു ചില വീടുകളൊക്കെ. വഴിപണിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ സൈഡ് വെട്ടി എടുത്തതാണ് മണ്ണ്. എന്നാലും വീടൊക്കെ താഴോട്ട് പോകുന്നവർക്കൊക്കെ ഇരിപ്പിക്കുന്നു. കാണുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ടൊരു പേടി തോന്നും. ഇത് കണ്ടോ, ഇത് എവിടെയാണെന്നറിയാമോ, ഇത് വെള്ളിലാങ്കണ്ടം, നമ്മുടെ മൺപാലം, ഏഷ്യയിലെ ആദ്യത്തെ മൺപാലം എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചില്ലേ, അതിൻ്റെ ആ റോഡാണ് കേട്ടോ. ഇനി ഇവിടെ ഉണ്ടല്ലോ നല്ല രസമാകും. കഴിഞ്ഞ ദിവസം ജിഷൻ പറയായിരുന്നു, നമ്മൾ അവിടെ പോയപ്പോൾ അവിടെ 4 മണിക്കാറ്റിൽ പോയില്ലേ, സിന്ധു കുഞ്ഞുമേ, നമ്മുടെ അവിടെ ഇനി 4 മണിക്കാറ്റ് മുടക്കാകുമെന്ന്. അവിടെ നല്ല ക്ലിയർ ആക്കി കഴിഞ്ഞാൽ സെറ്റാകും കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് വെള്ളിലാങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലമാണ്. വെള്ളിലാങ്കണ്ടം എന്നാ പറയുന്നത്, വഴിയുടെ സൈഡിലൊക്കെ കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ.
ഈ നമ്മളിപ്പോൾ ഈ വണ്ടി വരുന്നതിൻ്റെ ഇച്ചിരി കൂടെ ഫ്രണ്ടിലൊക്കെ കുറേ കടകളുണ്ടായിരുന്നേ. ഇപ്പോൾ ആ ഒറ്റ കടകളില്ല. കാരണം ഇത് സർക്കാരിൻ്റെ ഭൂമിയായിരുന്നു പണ്ടേ. ഇങ്ങനെ ഇതുകൊണ്ടോ ഈ ആ ഒരു നീല കാർ കിടക്കുന്നുണ്ട്, അതിൻ്റെ ഫ്രണ്ടിലോട്ട് തുടങ്ങി അങ്ങേ അറ്റം വരെ കടയായിരുന്നു. ആ കടയെല്ലാം പൊളിച്ചു മാറ്റി കേട്ടോ. എന്നിട്ട് ഒരു ആനുകൂല്യം ഒന്നും കൊടുത്തില്ല. കാരണം അത് സർക്കാർ ഭൂമിയായിരുന്നെന്ന് ആൾക്കാരെടുത്ത് കയ്യേറി അങ്ങനെ വെച്ചുകൊണ്ടിരുന്നതാണ്. ഇങ്ങോട്ടേക്കാണ് നമ്മൾ തിരുമാൻ പോകുന്നത്, ജയതിയാശാൻ്റെയൊക്കെ വീട് അപ്പുറത്തെ വശത്തോട്ട്. ഇനി നല്ല രസം കണ്ടപ്പോൾ ഇതുകൊണ്ടോ ഈ മലയും പാറയൊക്കെ കാണുമ്പോൾ ഞാൻ എന്നാ ഓർക്കുന്നതെന്നറിയാമോ, നമ്മുടെ അർജുൻ്റെ ലോറി കടന്ന ആ ഒരു ഏരിയ ഇല്ലേ, അതേപോണക്ക് എനിക്ക് തോന്നും കേട്ടോ. ഇവിടെ ഈ ഭാഗമൊക്കെ വരുമ്പോൾ ഈ മണ്ടയിലോട്ട് ഭയങ്കര മലയാട്ടോ. ഞാൻ ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റിലല്ല ഇരിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ക്ലിയറായിട്ട് പൊക്കി കാണിച്ചു തരാൻ പറ്റാത്തത്. ഭയങ്കര വലിയ മലയാണ്. ഇടിഞ്ഞു വന്നാൽ ഈ ലോറി ഒന്നും കാണത്തു പോലും ഇല്ലെന്നായി പോവും. ഇതിൻ്റെ റോഡ് താഴോട്ട് കുറച്ചങ്ങ് മാറി കഴിഞ്ഞാൽ ആറുമാണ്. എൻ്റെ പൊന്നെ, ഞാൻ ഇത് ഇവിടെ വരുമ്പോഴെല്ലാം ഓർക്കും. പണിയുടെ ഭാഗമായിട്ട് വെട്ടി കുറച്ചൊക്കെ ഇട്ടേക്കുന്നതാന്ന് പറഞ്ഞാലും നമുക്ക് കാണുമ്പോൾ കണ്ടോ ഞങ്ങളുടെ KMS വരുന്നത് കണ്ടോ, ഞങ്ങളുടെ ഉപ്പുകാർ വണ്ടിയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ നാട്ടുകാരെ, നമ്മുടെ വണ്ടി ഒക്കെ, പിന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോണ മലയാളികളെ കാണുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ്. കാര്യം ചിലപ്പം പരസ്പരം അറിയത്തൊന്നും ഇല്ലാത്തവരൊക്കെ ആയിരിക്കും, എന്നാലും ഭയങ്കര സന്തോഷം. എന്ന് പറഞ്ഞോണം കാണും നമ്മുടെ ഉപ്പറോണ്ടി കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കണ്ടോ മണ്ണ് ഇടിഞ്ഞിടിഞ്ഞ് വീണക്കുന്നുണ്ട്. അവിടെയൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ ഇടിഞ്ഞിടിഞ്ഞ് വീണ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നെ, മഴയുടെ ഇത്രയും നാട്ട് ഇത് കേട്ടോ. ഏതായാലും സ്കൂട്ടിക്ക് വരാൻ നന്നായില്ലേ, മഴ തുടങ്ങി. അതാണ് നമ്മുടെ ഇവിടുത്തെ ഈ ഇടുക്കിയുടെ ഒരു പ്രത്യേകത. നമ്മൾ വിശ്വസിച്ച് നമുക്ക് സ്കൂട്ടിയും ബൈക്കും ഒക്കെ ആയിട്ട് ഒരിടത്ത് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോൾ വേനൽക്കാലമല്ലേ, സമയം മഴക്കാലമാണോ, എന്നിട്ടും കണ്ടോ ഇങ്ങനെ ഇരിക്കും. അയ്യോ, മുണ്ടക്കയത്ത് പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തെ വരി പെട്ടുപോയതുകൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് വന്നെന്ന് പറഞ്ഞാലും പേരും മഴയല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പിന്നെ മടിയായി. അതുകൊണ്ട് ചേട്ടായോട് വിളിച്ച് ചോദിച്ചപ്പോൾ അല്ല കട്ടപ്പനയ്ക്ക് പോകാമെന്ന് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, എടീ സ്കൂട്ടി കൊണ്ടാണോ പോകുന്നേ? ഞാൻ പറഞ്ഞ അല്ല. എന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ല, പൊക്കോളാൻ. ഇതാണ് തുപ്പിപ്പാള അമ്പലത്തിൻ്റെ കാണിക്കുകയും ചെയ്യും കേട്ടോ. ഇവിടുന്ന് മുകളിലോട്ട് കയറി പോകുന്നതാണ് അമ്പലം. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ടപ്പന ടൗൺ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഉണ്ടോ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയി. ഓണത്തിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയെന്ന് തോന്നുന്നു കേട്ടോ. സൈഡിലെ ഒക്കെ എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ ഗുരുദേവ കീർത്തിസ്തംഭം കേട്ടോ. നമ്മുടെ ഏറ്റവും ലോകത്തിലെ ഉയരം കൂടിയ കീർത്തിസ്തംഭമായിരുന്നു അത് കട്ടപ്പനയിലെ കേട്ടോ, ഗുരുദേവൻ്റെ. എന്നാ പറയുന്നത്, നല്ല ക്ലിയർ ആയിട്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മൾ വന്നേക്കുന്നത് കട്ടപ്പന മെട്രോയിലേക്കാണ് കേട്ടോ. മെട്രോയുടെ പുതിയ സ്ഥാനം തുടങ്ങിയതാണ് അല്ലേ. ഇത് ഇപ്പോൾ അധികമായില്ലെന്ന് തോന്നുന്നല്ലേ ഇങ്ങോട്ട് ഇറക്കിയിട്ട് ഒരാഴ്ച. കഴിഞ്ഞ തിങ്കളാഴ്ച. ഞാൻ ഇന്നാണ് ഇത് കാണുന്നത് കേട്ടോ. ഞാനപ്പോൾ ഈ നമ്മുടെ ഈ ചുരിദാറിനൊരു ഷോൾ നോക്കി വന്നതാണ്. ഇതും ഫുള്ള് ഷോളിൻ്റെ ഒരു ഏരിയയാണ് കേട്ടോ. ഭയങ്കര അത്ഭുതം തന്നെ എനിക്ക് തോന്നി. എന്നിട്ട് ഇനി ഇതിൽ നിന്ന് കിട്ടിയില്ല, ഇനി കട്ടപ്പന തപ്പിട്ട് കാര്യമില്ല. അത്രയും ഷോളുകളുണ്ട് കേട്ടോ. ആ ഒരു ഫുൾ ഏരിയ ഫുള്ള് ഷോളിൻ്റെ ഏരിയയാണ് കണ്ടോ. അതിന് ചേർന്ന് ഏകദേശം കളറൊക്കെ എടുത്തു. ഇത് ഇങ്ങനെ ഇച്ചിരി കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലേ, അല്ലേ ഇച്ചിരി കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇതല്ലെങ്കിൽ പിന്നെ ഈ നെറ്റ് പക്ഷെ അങ്ങനെ ഇടുമ്പോൾ ഭയങ്കര വ്യത്യാസം. അതന്നെ വലിയ താല്പര്യത്തോടെ ഇടാനായിട്ട് വലിയ ആഗ്രഹിച്ച് ചുരിദാർ തയ്ച്ചിട്ട് അത് നമ്മുടെ ഇവിടുത്തെ തുണിയല്ല, ഗിഫ്റ്റ് കിട്ടിയതാ എൻ്റെ ബഹറിനിൽ നിന്ന്. അതിലും ഭേദം ഞാൻ നോക്കിയിട്ട് ഈ നെറ്റ് തന്നെയാണെന്ന് തോന്നുന്നത്. അത് ഇച്ചിരി വ്യത്യാസം ഉണ്ടെങ്കിലും ഫുള്ള് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. പറ്റത്തില്ല. ഇപ്പോൾ നിറച്ച് നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്കൊക്കെ ഉണ്ട്. അത് ഇങ്ങോട്ട് ഫുള്ള് സെറ്റിൻ്റെ ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ ഇഷ്ടം പോലെ ഏരിയ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഏരിയ. ഇവിടെ എല്ലാം ജീൻസ് ആണോ ജെൻസിൻ്റെ? ക്രോപ്പ് ടോപ്പും ജീൻസും മാത്രം. അയ്യോ, അപ്പോൾ കൊച്ചു വരട്ടെ, കൊണ്ടുവരാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് കേട്ടോ. അയ്യോ, അടിപൊളി അടിപൊളി. അപ്പം ഞാൻ നെറ്റിൻ്റെ എങ്ങാനും എടുക്കാൻ പോവാണ്. അതൊക്കെയും കളറ് വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ നെറ്റിൻ്റെ തന്നെ എടുക്കാം. ഇനിയിപ്പോൾ തൽക്കാലം അതങ്ങ് എടുക്കാം. അപ്പോൾ അടുത്തത് ഞാൻ ഇങ്ങോട്ടേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് ചേട്ടായിക്കൊരു ചെരുപ്പ് വേണം. ചെരുപ്പ് മേടിക്കാൻ വേണ്ടി വന്നൊക്കെ എനിക്കിഷ്ടമുണ്ട്. ഞാനിവിടെ വന്നിട്ടാണ് ഒരു 5-6 വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ നിന്നല്ലേ മേടിക്കുന്നത്. ചെരുപ്പ്, ബാഗ്, ട്രോളി എല്ലാം മേടിച്ചില്ലേ. അപ്പം ചേട്ടായിക്ക് ഒരു ചെരുപ്പ് മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഒരു കടയിൽ വരുമ്പോൾ നമ്മളോട് ഇടപെടുന്ന മാതിരിയാണ് പിന്നെ പിന്നെ വരുന്നത് ഉപ്പ് പറയുന്നത് അല്ലേ. എപ്പോഴും ഞാൻ ഇവിടെ തന്നെയാണ് വരാറുള്ളത് കേട്ടോ. സത്യത്തിൽ ഇവിടെ ഒരു എന്നാ പറയുക മോഡലിൻ്റെ ഒക്കെ ഒരു വ്യത്യാസം വരുമ്പോഴത്തേക്കും പിന്നെ അന്നേരം അത് ഡിസ്കൗണ്ടിൽ ഇടും. അതില്ലേ കഴിഞ്ഞോ നീ അവിടെ കൂട്ടിയിട്ടേക്കുന്നത് അല്ലേ. മോഡൽ മാറുമ്പോൾ ഡിസ്കൗണ്ട് സെയിൽ നടത്തി പുതിയത് മോഡൽ കൊണ്ടുവരും കേട്ടോ.
അപ്പോൾ വില കുറച്ച് കിട്ടുകയും ചെയ്യും, നല്ലത് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കടയാണ്. ഈ കടയുടെ പേരിന് കേട്ടോ മെട്രോ. മെട്രോ എന്നാണ് കേട്ടോ ഈ കടയുടെ പേരും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ചേട്ടാക്കി ഇങ്ങനത്തേതൊക്കെയാണ് ഇഷ്ടം. നമുക്കേതായാലും നോക്കാം ഏതാണെന്നുള്ളത്. അപ്പം എല്ലാം കറങ്ങിയിട്ട് ഞാൻ ഉഷേച്ചിയുടെ അടുത്ത് വന്നു കേട്ടോ. ഇന്ന് തയ്യലിൻ്റെ സംഘം ഉണ്ടായി. ഉഷേച്ചിയുടെ അടുത്ത് വന്നു. ഞാനിത് പണ്ട് കയ്യാലേ നിന്ന ചെടിയാന്ന് പറഞ്ഞു. ഇപ്പം എനിക്കിട്ട് തല്ലിപ്പടപ്പിച്ചേനെ. ഇതേ ഇരിക്കുന്നു കുത്തിപ്പിടിച്ച്. പിന്നെ എന്താണ്ട് ഉഷേച്ചിയുടെ അനിയൻ ചേട്ടൻ വന്നിട്ടുണ്ട്. ഒത്തിരി കാലമായി കേട്ടോ. ഞങ്ങളൊക്കെ പണ്ടത്തെ ആൾക്കാരല്ലേ, വിജയൻ ചേട്ടനൊക്കെ. വിജയൻ ചേട്ടനും രാജൻ ചേട്ടനും ഒക്കെ ശശിചേട്ടൻ്റെ അനിയൻ കേട്ടോ. ചേട്ടൻ വന്നിട്ടുണ്ട്. ഇത് പൂ കണ്ടോ, നല്ല പൂവാണ് കേട്ടോ. പിന്നെ ഞാനൊന്നും കഴിച്ചില്ലായിരുന്നു. വിശന്ന് കൂറ കൂത്തിയാണ് വന്നത്. കഞ്ഞി കുടിച്ചോ എന്ന് ചോദിച്ചു. ചോറുണ്ടോ? ഇല്ല. അന്നേരം പിന്നെ ആപ്പിളൊക്കെ കഴുകി തന്നു. അതുകൊണ്ടൊരു ശകല സ്നേഹം ഉണ്ട്, ഒരു തരി ആപ്പിളൊക്കെ കഴുകി തത്. വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉണങ്ങി കഴിയുമ്പോൾ എനിക്ക് ഒരെണ്ണം തന്നെ കേട്ടോ, മഞ്ഞയുടെ. അതിൻ്റെ ഓറഞ്ച് വീട്ടിൽ കിളുത്തിട്ടുണ്ട്. ഓട്ടോ വരുന്നുണ്ട്. ഉണ്ടോ നല്ല നല്ല ചെടി. ഞാൻ ഇത് കൊണ്ട് വെച്ചിട്ട് പിടിച്ചായിരുന്നു, അത് പോയി. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് ചെടിച്ചട്ടിക്കകത്ത് സിറ്റോട്ടി വെക്കാൻ നല്ലതാണ് ഇത് അല്ലേ. ഏത് കഴിഞ്ഞ വർഷം നമ്മുടെ മുറ്റത്ത് ഇതിൻ്റെ എന്തേരം ഉണ്ടായിരുന്നു, നിറച്ചുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാം പോയി. കണ്ടോ പുഴുമാതിരി നിൽക്കുന്നതും. നല്ല രസമുണ്ടല്ല. ഞാൻ ഉഷേച്ചിയെ കൊണ്ടുണ്ടല്ലോ ഒരു ഫോട്ടോ എടുത്ത് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ ക്യാമറ ഓണാക്കിയതാണ് കേട്ടോ. എന്നാലും എനിക്ക് ചെടിയും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ആകാംക്ഷയാണ്. അതാണ് ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരുന്നത്. വഴി ആയതുകൊണ്ടുണ്ടല്ലോ എല്ലാം ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചാൽ നല്ല സൂപ്പറായിട്ട് നിൽക്കും. കണ്ടോ ആ മതിലിൻ്റെ പുറത്ത് വെച്ചേക്കുന്നത്. ഇത് മൊത്തം ശശിചേട്ടൻ നടന്നതല്ലേ ഉഷേച്ചി? ആണോ ചേച്ചിയുടെ ആണോ? അയ്യോ ഈ വയലറ്റ് പൂ നല്ലതായിട്ട് നേരത്തെ ഉണ്ടായിരുന്നു അല്ലേ, അത് പോയല്ലോ. ഇവിടെ നിന്ന് കൊണ്ട് കൊടുക്കും, നട്ട് ശരിയാക്കി റെഡിയാക്കി തരും. അങ്ങോട്ട് നോക്കി നല്ല രസമുണ്ട്. എന്നാ ഒരാളും മുറ്റത്ത് പൂ നിൽക്കുന്ന കാണുമ്പോണ്ടല്ലോ ഒരു ഐശ്വര്യം തന്നെയാണ് അല്ലേ. രാവിലെയൊക്കെ എണീറ്റ് വരുമ്പോൾ ഒന്ന് കാണുമ്പോൾ അല്ലേ. എന്നാ പോവാ എന്നെ കാണിക്കേണ്ടത്. ഇതേ നമ്മുടെ ഉഷേച്ചിയെ പോണക്ക് തന്നെ ഇല്ലേന്ന് നോക്കി. ഞാൻ മുട്ടക്കത്തെ ഉച്ചച്ചിട്ട് ഒരു ഷേപ്പുണ്ട്, രണ്ടും ഉഷയെന്നുവാ പേരും. പോവാ. കറണ്ട് പോയി കേട്ടോ. ഞാനെന്നാൽ നമുക്ക് വീഡിയോ എടുത്തേക്കാം ബാക്കിയും കൂടെ എന്ന് വിചാരിച്ചപ്പോൾ കറണ്ട് പോയി. അപ്പം ഞാൻ ഓർത്തെന്നാൽ ഈ പയർ പറിച്ച് വെക്കാം. മഴയില്ലാത്ത സമയത്ത് അതിൻ്റെ വലിയ കൊട്ടയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇത് നല്ല നല്ല ടേസ്റ്റുള്ള പയറാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഉഷേച്ചിക്കൊക്കെ അതെ, ഉഷേച്ചിക്ക് എൻ്റെ വിത്തെടുത്ത് വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അത് കൊണ്ടു കൊടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി. വന്നിട്ട് പോയപ്പോൾ തപ്പിയെടുത്ത് വെച്ചതാണ്. ഇതുണ്ടോ ഇപ്പോൾ ചേച്ചിയും പറഞ്ഞു അപ്പുറത്തൊക്കെ കിടപ്പുണ്ടെന്ന്. അപ്പം നമുക്ക് പറിക്കാം, അല്ലെങ്കിൽ മൂത്ത് പോയാൽ കൊള്ളത്തില്ല. ഇതുണ്ടോ കണ്ടോ, പറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാവേ. അത്യാവശ്യം നല്ല പർച്ചേസൊക്കെ കരിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ സംബന്ധിച്ച് ഇത് വലിയ പർച്ചേസാണ് കേട്ടോ. ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. എത്ര കടയിൽ കയറിയിട്ടുണ്ടെന്ന് ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ അറിയാം കേട്ടോ. സംഘത്തിലൊക്കെ പോയിട്ടാണ് വന്നത്. പിന്നെ ഞാൻ എന്തെങ്കിലും കറണ്ട് ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇറങ്ങിപ്പോൾ പയർ പറിച്ചെടുത്തത് കണ്ടോ. ഇത് തരിഞ്ഞ് തോരൻ വെച്ചാൽ നല്ല സൂപ്പറാട്ടോ, നല്ല ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അപ്പോൾ ഇന്നത്തെ വൈകിട്ടത്തെ എൻ്റെ ഫുഡ് ഇതാണ്, തോരൻ വെക്കും. വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയതാണ് കേട്ടോ. അപ്പം എന്തെങ്കിലും വന്നിട്ടുണ്ട് പട്ടാളങ്ങൾ എല്ലാവരും കണ്ടോ വന്നേക്കുന്നത്. ബിങ്കോ ആരാടാ മേടിച്ചെന്ന്? കല്യാണി വന്നപ്പോൾ ബിങ്കോയും ഒക്കെ ആയിട്ടാ വന്നേ. ഞാൻ കണ്ടിട്ട് അപ്പോൾ കയറി വന്ന പയർ കുറച്ചുണ്ട്. അപ്പോൾ അവിടുത്തെ മിഷീൻ്റെ സൗണ്ട് കേൾക്കണല്ലോ. ഞാൻ കഥ അടച്ചു വെച്ചു കേട്ടോ, വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇത് പേരെന്നാണ് നിന്റെ? അഡോൺ. മോൻ്റെയോ? ആൻഡ്രൻ. മോളുടെയോ? ആദ്യം ചേട്ടാണ് പറഞ്ഞു കേട്ടോ. ആര്യനെന്താ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം വന്നിട്ട് പോയി. ഇന്ന് ഞാൻ ബേക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മേടിച്ച് വെക്കുന്നില്ല. അതുകൊണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു കൊടുക്കാനായിട്ട്. കഴിഞ്ഞ ദിവസമൊക്കെ എൻ്റെ മുട്ടായോ എന്നൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. ഇന്നൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കേട്ടോ. അപ്പം ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാവേ. ഞാനേ എൻ്റെ ബാഗ് ഞാനോർത്ത് എനിക്ക് കൊണ്ടുപോയിട്ട് ബാഗ് ഇല്ലാതെയാണോ വന്നത്. ബാഗിനകത്ത് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ നോക്കട്ടെ. അതിനകത്തൊന്നുമില്ല. പക്ഷെ ഞാനുണ്ടല്ലോ പോയത് എന്തിനാണെന്ന് അറിയോ, ഒരു ഷാമ്പൂവും പിന്നെ ഒരു നെയിൽ പോളിഷും മേടിക്കണമെന്ന് വിചാരിച്ചു. അത് രണ്ടും മറന്നുപോയി. ഞാനൊരു ഷാമ്പൂ ഉപയോഗിക്കുന്നുണ്ട്, അതെല്ലാം കഴിഞ്ഞു പോയി. കഴിഞ്ഞ പ്രാവശ്യം പിള്ളേരോട് വന്നപ്പോൾ അവരും കൂടി യൂസ് ചെയ്തുകൊണ്ട് ഷാമ്പൂ കഴിഞ്ഞു പോയി. അപ്പം അത് മേടിക്കാനായിട്ടാണ് മെയിനായിട്ട് പോയത്. പിന്നെ ഒരു ചുരിദാറിൻ്റെ ഷോൾ കൊടുക്കണമായിരുന്നു, അതിനാണ് മെയിനായിട്ട് പോയത്. അപ്പം ഈ ചുരിദാറാണ് കേട്ടോ. ഇത് നമ്മുടെ കൊട്ടാരക്കരയിലെ പിള്ളേർ കൊണ്ട് തന്ന ചുരിദാറാണ്. അപ്പോൾ അത് ഞാൻ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷോളിനുണ്ടല്ലോ ലേശം ഇറക്കക്കുറവുണ്ട്. അപ്പം ഞാൻ ഇത് പ്ലെയിനായിട്ടുള്ള
നെറ്റ് എടുത്തു, കാണിച്ചു തരാവേ. നെറ്റ് എടുത്തിട്ട് ഞാൻ ഇച്ചിരി ഡെക്കറേഷൻ ചെയ്ത് ഇച്ചിരി പാൻറ്റിൻ്റെ സൈസ് തുണിയും കൂടെ അകത്തോട്ട് പിടിക്കാമെന്ന് ചോദിച്ചാൽ എത്ര കടയിൽ കയറി എന്നിട്ട് കിട്ടിയില്ല. ലാസ്റ്റ് കിട്ടിയത് ഇത് ഏകദേശം ഒരുമാതിരിയൊക്കെ ഒപ്പിക്കാത്രേ ഉള്ളൂ. ഇതിന് ഞാൻ പാൻറ്റിൻ്റെ തുണിയും കൂടെ അടിയിൽ പിടിപ്പിച്ചിട്ട് സെറ്റാക്കി ഇടാം. അവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതെന്നായിരുന്നു, ഇതെന്നാണെന്നറിയോ, ഷാൾ നോക്കാൻ വേണ്ടിയിട്ട് കയറിയത് വേറൊരു കടയല്ലേ, സുരഭി. കട്ടപ്പനയുള്ള കടകളിൽ മൊത്തം കയറിയെന്ന് വേണം പറയാൻ വേണ്ടി. ഇപ്പോൾ പയറുവയ്ക്കാൻ പോട്ടെ വല്ല പുഴുവും തൊട്ടാണെന്ന് പറഞ്ഞില്ല ചൊറിയുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മേടിക്കാൻ പോയത് ഷാമ്പൂ, അത് മേടിച്ചില്ല. പിന്നെ ഞാൻ ഷാൾ നോക്കാൻ കയറിയപ്പോഴത്തേന് സാരിയാണിത് കേട്ടോ. ഇത് വെറും 160 രൂപയുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മറ്റേ ഡിസൈനുള്ള ബ്ലൗസിൻ്റെ കൂടെ ഇടാനായിട്ട്. അപ്പോൾ ചുമ്മാ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു ഇഷ്ടം തോന്നി. അപ്പോൾ ഞാൻ അവനെ നമുക്ക് മേടിച്ചു. 150 രൂപയല്ലേ ഉള്ളൂ, 160 രൂപ. അപ്പോൾ ഞാൻ വേറെ പടം ഡിസൈനൊന്നും ഇല്ല, ഒരിടയ്ക്ക് ഇത് ഫാഷനായിരുന്നു. അപ്പോൾ ഞാൻ ഇത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത 2-3 ദിവസമായിട്ട് എനിക്കൊരു സാരി ഇടാനൊരു മോഹം. അപ്പം ഞാൻ ഏതെങ്കിലുമൊക്കെ ബ്ലൗസിൻ്റെ കൂടെ ഇടാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം അതാണ് എനിക്ക് മേടിച്ചേക്കുന്ന സാധനങ്ങൾ. പിന്നെ ചേട്ടായിക്ക് മേടിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ചേട്ടായിക്ക് മേടിച്ച സാധനം കാണിക്കട്ടെ. ചേട്ടായിക്ക് കറക്റ്റ് ആവും എന്നൊക്കെ കരുതുന്നു. ഇല്ലെങ്കിൽ നമ്മൾ സ്ഥിരം മേടിക്കുന്ന കടയാട്ടോ, അതുകൊണ്ട് നമുക്ക് കൊണ്ടുപോയി തിരിച്ച് മാറാൻ പറ്റും. മെട്രോ എന്നാണ് ചെരുപ്പുകളുടെ പേര് കേട്ടോ. കട്ടപ്പനയിലുള്ള ഒരു കടയാണ്. അപ്പോൾ ചേട്ടായി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടായിക്ക് വേണ്ട സാധനങ്ങളൊന്നും മേടിക്കത്തില്ല, നമുക്കെല്ലാ സാധനങ്ങളും മേടിച്ച് തരികയും ചെയ്യും. ചേട്ടായിക്കുള്ളൊന്നും മേടിക്കത്തില്ല. അപ്പം ഞാൻ ചേട്ടായിക്ക് വേണ്ടിയിട്ട് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം നല്ല വിലയുള്ള നല്ലൊരു ചെരുപ്പങ്ങ് മേടിച്ചു. കണ്ടോ, സൂപ്പറല്ലേ? ഇനി വരുമ്പോൾ ഇട്ട് നോക്കുമ്പോൾ അറിയാം. ആളറിഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ പറഞ്ഞു കട്ടപ്പന വരെ പോകും, എനിക്കൊരു ഷാൾ മേടിക്കാനാ. ഉപ്പേറെ ഷോളിൽ നിന്ന് പറഞ്ഞു. ഉപ്പേറെങ്കിലും കിട്ടിയില്ലെന്ന് ചോദിച്ചു. ഞാൻ ഉപ്പേറെ ഇല്ലേ ചേട്ടായി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാണ് ചേട്ടായിക്ക് മേടിച്ചേക്കുന്നത് ഒരെണ്ണം. പിന്നെ ചേട്ടായിക്ക് ഞാൻ മേടിച്ചേക്കുന്നത്, ചേട്ടായി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കെല്ലാ സാധനവും മേടിച്ചു തരും. അല്ലെ നമ്മുടെ ഈ പിന്നെ അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ മതി ചോദിച്ചു ഓരോ അഥവാ ഡ്രസ്സൊന്നും എടുത്തുന്നില്ലെങ്കിലും പൈസ തരും, നീ നിനക്ക് ഇഷ്ടമുള്ളത് പോയി എടുത്തോളാം എന്നൊക്കെ പറയും. ഇപ്പം നമ്മൾ കുറേ ആയിട്ട് ഡ്രസ്സും കാര്യങ്ങളും ഒന്നും എടുക്കുന്നില്ല. എത്ര കാലം കൂടി ഇപ്പോൾ ഈ ഒരു 160 രൂപയുടെ സാരി എടുത്തത് ഒത്തിരി കാലം. കടയിൽ നിൽക്കുമ്പോഴാണല്ലോ നമ്മൾ ഈ വില ഇടുമല്ലോ, വില ഇടുമ്പം നമുക്ക് ഇഷ്ടപ്പെട്ടത് വില കുറഞ്ഞത് നോക്കിയിട്ട് ഞങ്ങൾ കടയിൽ നിൽക്കുന്ന പിള്ളേരെല്ലാം എടുത്തെടുത്ത് വെക്കും. എന്നിട്ട് മാസം ശമ്പളം കിട്ടുമ്പോഴൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വരും. അങ്ങനെ ഇഷ്ടം പോലെ സാരി മേടിച്ച് കൂട്ടിയത് മൊത്തം കേട്ടോ. ഈ സാരിയുടെ ചുരിദാറിടയിൽ പൂർണ്ണമായിട്ട് നിർത്തിയായിരുന്നു ഞാൻ. എനിക്ക് നട്ടലിന് ബെൽറ്റ് കട്ടിൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെയാണ് ഞാൻ ചുരിദാറിടയിൽ തുടങ്ങി. അതിന് മൊത്തം ഫുള്ള് സാരിയായിരുന്നു. എന്തോ സാരി ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഞാൻ ഓരോരുത്തർക്ക് പെറുക്കി കൊടുത്തു. എന്നാലും ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ചുരിദാർ എൻ്റെ കൂടിയതൊന്നും കണ്ടമാനം ഇപ്പം 150 രൂപ 160 രൂപ അങ്ങനെ ഒത്തിരി 500 രൂപ താഴെട്ടുള്ള കേസൊക്കെ നമ്മൾ പിടിക്കത്തുള്ളൂ. നമ്മൾ കൂടിയൊന്നും പിടിക്കില്ല. അങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ തുണി എടുത്തിട്ട് 2-3-4 വർഷമായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും അതെനിക്കിഷ്ടമായി. ആ കളർ കണ്ടപ്പോഴും ഇഷ്ടം തോന്നി. പിന്നെ ചേട്ടാക്കി ഒരു ഷർട്ട് എടുക്കുകയാണ് കേട്ടോ. ഇതുകൊണ്ടോ ഞാൻ കാണിക്കാവേ. ഒരു ലൈറ്റ് കളറാണ്, ചെറിയൊരു ഡിസൈനൊക്കെ ഉണ്ട്. കണ്ടോ, ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു. നല്ലൊരു രസമുണ്ട്. ഇതിൻ്റെ കൂടെ ആണെങ്കിൽ ബ്ലാക്ക് പാൻറ്റ് നല്ലതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ബ്ലാക്കിൻ്റെ ഒരു പാൻറ്റ് എടുത്തേ. ജീൻസ് അല്ല, നല്ല കോട്ടൻ്റെ നല്ല അടിപൊളി ഒരു പാൻറ്റ് എടുത്തു. ബ്ലാക്ക് പാൻറ്റ് 3 എണ്ണം കണ്ടുകൊണ്ട്. അതുകൊണ്ട് ഇനി കറുപ്പ് എനിക്ക് വേണ്ടെന്ന് പറയില്ല, ഇഷ്ടമില്ലെന്നും പറയില്ല. എന്നെ സാധനം പിടിച്ചു കൊടുത്താലും ഇഷ്ടപ്പെട്ടില്ലെന്നോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടെന്നോ പറയത്തില്ല. പക്ഷേ ഞാൻ എപ്പോഴും ഓർക്കും ഈ കറുപ്പ് തന്നെ ഇടുമ്പോഴത്തേക്കും പിന്നെ എല്ലാവരും നോക്കുമ്പോൾ ഈ കറുപ്പ് തന്നെയാണല്ലോ, ഈ ഒരു പാൻറ്റേ ഉള്ളതെന്ന് ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രീം പാൻറ്റ് ഒരു 3 എണ്ണം 4 എണ്ണം ഉണ്ട്. അങ്ങനെ അപ്പം ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു പാൻറ്റ് എടുത്തു കേട്ടോ. ഇത് ഇപ്പോഴത്തെ ഒരു പുതിയ മോഡലൊരു പാൻറ്റാണ്, അതുകൂടെ ഒന്ന് എടുത്തു. ഇത് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ച് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 പാൻറ്റും ഒരു ഷർട്ടും ചേട്ടാക്കി കൊടുത്തു. കാരണം നല്ലതെല്ലാം ഒരുമാതിരി ആയി. അതാണെങ്കിൽ അതിനുള്ളത് മേടിക്കത്തില്ല. അപ്പം നമ്മൾ മനസ്സിറക്കി മേടിച്ചു കൊടുക്കണ്ടേ അല്ലേ, നമ്മുടെ അല്ലേ ഉത്തരവാദിത്തം. ചേട്ടാ എപ്പോഴും പറയും, സിന്ധു വന്നതിന് ശേഷം ആണ് ഞങ്ങൾ ഇങ്ങനെ ആഘോഷങ്ങൾ തുടങ്ങിയത്. സിന്ധു വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഡ്രസ്സും ചെരുപ്പുകളും ഒക്കെ ഓരോ കാര്യത്തിൽ വിശേഷമുള്ള ഇതിന് മേടിക്കുന്നത്. അല്ലേ ഉള്ള ചെരുപ്പിട്ടുണ്ട് പോകും, അല്ലേ ഉള്ള ഷർട്ട് ഇട്ടുണ്ട് പോകും എന്ന് പറയും കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, പണ്ട് മുതലേ അതെ.
പണ്ട് മുതലേ അതെ. എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ ആണല്ലോ അമ്മമാരുടെ പിള്ളേർ, ഞങ്ങൾ ഒത്തിരി കുടുംബക്കാരുണ്ട് ഉപ്പേറയിൽ. അനീഷ അറിയാം, പുളിക്ക് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കുടുംബക്കാരുണ്ട് ഉപ്പേറയിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ വർഷം എങ്ങനെ പോയാലും ഒരു വർഷത്തിൽ ഒരു 2-3 പരിപാടികൾ കാണുമായിരുന്നു ആ ഇടയ്ക്കൊക്കെ അന്നേരമൊക്കെ. ഇപ്പോഴല്ലേ പിള്ളേരെല്ലാം മുതിർന്ന് കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോൾ കല്യാണം കഴിക്കാനായിട്ടൊന്നുള്ളൂ. ഇനി വരുമ്പോൾ അടുപ്പിച്ച് കുറേ എണ്ണത്തിൻ്റെ കല്യാണം വരും. പൊന്നമ്മാവൻ്റേത്, ലാലിയമ്മാവൻ്റേത്, അങ്ങനെ കുറേ അടുപ്പിച്ച് വരാനായിട്ടുണ്ട് ഇനി വളർന്നു വരുന്ന പിള്ളേർ. അപ്പം അങ്ങനെ അപ്പോൾ എന്നെ ഒരു കുഞ്ഞു പരിപാടി വെച്ചാലുണ്ടല്ലോ ഞാൻ ഏറ്റവും ഡിപ്പായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകത്തുള്ളൂ. നമ്മൾ വീട്ടിൽ ഭയങ്കര ആർഭാടത്തിൽ ഇറച്ചി തിന്നോ മീൻ തിന്നോ എന്നൊന്നും ആരും അറിയില്ല അല്ലേ. പക്ഷെ നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ അത്രയും ഡിപ്പായിട്ട് എനിക്കതെന്നാണോ എൻ്റെ ഒരു മനസ്സിലെ തോന്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറുപ്രായത്തിൽ തന്നെയല്ലേ ബോംബെക്ക് പോയത്. അപ്പോൾ ഈ 10-42 കുഞ്ഞുങ്ങളെ വിട്ടുകൊണ്ടിരുന്നു. എല്ലാം ടോപ്പായിട്ടാണ്. എല്ലാവരും ഉദ്യോഗസ്ഥരുടെ മക്കളല്ലേ, എല്ലാം ടിപ്പ് ടോപ്പ്. അങ്ങനെ കണ്ട് ആ ഒരു ശീലമാണ് ഞാൻ പഠിച്ചതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അതേമാതിരി എന്തൊരു കല്യാണം പരിപാടിയൊക്കെ വെച്ചാൽ മക്കൾക്ക് 2 ഷൂവും കാര്യങ്ങളും സോക്സും ഒക്കെ മേടിച്ചിട്ട്, അത്യാവശ്യം ഒരു കുഞ്ഞിയാണെങ്കിൽ ചിലപ്പോൾ 2 ഗ്രാമോ 3 ഗ്രാമോ ഒക്കെ കാണത്തുള്ളൂ, എങ്കിലും ഒരു കുഞ്ഞ് ചെയിനും ഓരോ മാലയും ഒക്കെ എൻ്റെ മക്കളെ ഇടിപ്പിച്ച് അങ്ങനെ എനിക്ക് എന്താ നടത്തില്ല, എനിക്ക് അതാണ് ഇഷ്ടം. അങ്ങനെ തന്നെ ഞാൻ കൊണ്ടുപോകത്തുള്ളത്. അയ്യോ അത് ഈയിടെ കോട്ടയത്തിൽ ചാതക്കുച്ചിരി അടച്ചതില്ലേ, ചാതക്കുച്ചിരി അടുത്തപ്പോഴത്തേനും ചേച്ചിയുടെ മകൻ്റെ മോളുണ്ടേ, ഉണ്ണിയുടെ മൂത്തവൻ്റെ ഭാര്യ ഉണ്ട് അവിടെ. അപ്പം അവളോട് പറഞ്ഞു കൊടുക്കുക, എടീ നിന്റെ സിന്ധിച്ചിട്ട് ആരായിരുന്നു സാധനം എന്നറിയോ, 6-6 ഏതോ ഒരു അമ്മാവൻ്റെ പിള്ളേരുടെ കല്യാണത്തിന് വന്നപ്പോൾ അവന്മാരെ ഒരു സൈസ്, അത് നല്ല ചെരുപ്പാണ് പക്ഷെ ഷൂ അല്ല, ഒരു വള്ളിച്ചെരുപ്പ് മാതിരിയുള്ള വള്ളിച്ചെരുപ്പ്, പാരൻ്റെ ഒന്നും വള്ളിച്ചെരുപ്പല്ല, പക്ഷെ കാണാൻ ഒരു ഭംഗിയുണ്ട്, പക്ഷെ ഷൂ ഒന്നും അല്ല. അപ്പം ഞാനതിന് വണ്ടിയെ വന്ന് ഇറങ്ങിയോണ്ട് ഞാൻ ചേച്ചിയോട് ചൂടായി, ചേച്ചി എന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല ചെരുപ്പ് ഷൂ മേടിച്ചിട്ടുണ്ട് വരണ്ടായിരുന്നോ, അങ്ങനെ എങ്ങനെയാണ്. ഇപ്പം ആ കുഞ്ഞുങ്ങളുണ്ടല്ലോ ഏറ്റവും നല്ല ഹൈടെക്കായിട്ട് ഏറ്റവും നല്ല ലെവലിൽ ജീവിത ഏറ്റവും നല്ല മുൻതരം നിർത്താൻ പറ്റുന്ന ഒരു കുഞ്ഞുങ്ങളായിട്ടാണ് നിങ്ങൾ മാറിയത്. ഞാൻ അതെല്ലാം വലിയ ഇതിൽ ചെയ്തു എനിക്ക് പിന്നെ ദൈവം ഓരോരുത്തർക്കും ഓരോന്നും പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ അങ്ങനെയോ വരത്തുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ കുഞ്ഞിലെ ഒന്നും നമുക്ക് മാറി ഇടാനായിട്ടൊന്നും ഉള്ളതൊന്നും ഇല്ലായിരുന്നു. എല്ലാം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാലും ഇത്രയ്ക്കുള്ള ഷൂവും ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കിട്ടാത്തത് നമുക്ക് നമ്മുടെ മക്കൾക്ക് നേടിക്കൊടുക്കണം എന്നായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഇത്. നമ്മൾക്ക് തന്നെ അമ്മ പണിയുന്ന വീട്ടില്ല. അന്നത്തെ പിള്ളേരെ നമുക്ക് പെട്ടെന്നറിയാം, അന്നത്തെ കാശുകാരുടെ പിള്ളേരെ നമുക്ക് വേഗം അറിയാം. ഇന്നിപ്പം കാശുകാരനാണോ കൂലിപ്പണിക്കാരനാണോ ആരാണോ ഏതാണോ എല്ലാവരും ഏറ്റവും സ്റ്റാൻഡേർഡ് ടോപ്പ് സ്കൂളുകളിലാണ് പോകുന്നത്. നല്ല സ്റ്റാൻഡേർഡ് യൂണിഫോം ആണ് ഇടുന്നത്, ടൈയും ബാഡ്ജും ഷൂവും സോക്സും എല്ലാം ഇന്നത്തെ എല്ലാ കുഞ്ഞുങ്ങൾക്കും. ഇപ്പം ഇതിൽ ഏതാ കാശുകാരെ ഏതാ പാവങ്ങളെന്ന് അറിയത്തില്ല, ഒരു പിള്ളേരെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. പക്ഷെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ പണിയുന്ന വീടുകളിലെ എല്ലാം പിള്ളേർ ഷൂവും സോക്സും ഒക്കെ ഇട്ട് ടൈയും ബാഡ്ജും ഒക്കെ ഇട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോകുന്നു. അവരുടെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ബാഗ് കൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ ബാഗ് സ്കൂൾ ബസ്സിന് കൊണ്ട് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ ഷിൻഡോമോന് അങ്ങനെ ഒത്തിരി പിള്ളേരുണ്ട്. അപ്പം അതുങ്ങളുടെയൊക്കെ പോകുമ്പോൾ ഞാൻ ഇതും കൂടെ ഷൂവും ബാഡ്ജ് നെയിം ബോർഡ് ഇവിടെ കുത്തി വയ്ക്കല്ലേ, അത് ടൈ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ എൻ്റെ മക്കളിലൂടെ സാധിച്ചു, അത് കണ്ട് സന്തോഷിക്കാനും എനിക്ക് പറ്റി. അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ പണ്ട് മുതലേ എനിക്കൊരു ഇച്ചിരി ഈ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യമൊക്കെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ വന്നാലും ഉള്ളത് കൊണ്ട് ടിപ്പായിട്ട് നടക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള വ്യക്തിയാണ്. അപ്പോൾ ചേട്ടാ എപ്പോഴും എന്നോട് പറയും, ഇപ്പോൾ ഒരു കല്യാണം വന്നു അല്ലെങ്കിൽ ഒരു 28 ഒരു ബർത്ത്ഡേ വന്നു, അതിനൊക്കെ ഇപ്പം എന്നാ ഡ്രസ്സ് എടുക്കാനാണ്, അതിപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെ. ഈ പ്രാവശ്യം നമുക്ക് ഓണമില്ലാത്തതുകൊണ്ട് ഒരു ഡ്രസ്സും കാര്യങ്ങളും ഒന്നും എടുക്കുന്നില്ല. അപ്പം കല്യാണം അല്ലേന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് എടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു പൊന്നുമോള് തന്നെ ഒരു പട്ടുസാരി നല്ല സൂപ്പറായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്, ഫംഗ്ഷനോ ഒന്നിനും കൊടുത്തിട്ടില്ല. അപ്പോൾ ആ സാരി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിരിക്കുന്നു. ചേട്ടാടെ എൻ്റെ നോക്കിയപ്പോൾ ചേട്ടാക്ക് ചെരുപ്പ് വേണമെന്ന് തോന്നി, ജീൻസ് പാൻറ് വേണമെന്ന് തോന്നി, ഷർട്ട് വേണമെന്ന് തോന്നി. അപ്പോൾ അതൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. സാറ് വൈകിട്ട് വരുമ്പോഴും നമുക്ക് കൊടുക്കാം. പിന്നെ വെറുതെ ഒരു സാരിയൊക്കെ വാങ്ങിച്ചു. ഞാൻ ഇത് ഉടുത്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ, വേറെ ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഉടുത്ത് ഞാൻ കാണിക്കാവേ. അപ്പം നാളെ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ചെയ്യാം. പിന്നെ ചെരുപ്പും ഷർട്ടും ഇത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാറിയെടുക്കാൻ പറ്റും, അതുകൊണ്ട് അങ്ങനെയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ പോയിട്ടൊക്കെ വന്നു. പിന്നെ സംഘത്തിൻ്റെ ഉഷേച്ചിൽ അവിടെ വന്ന് ഒരു ആപ്പിളൊക്കെ കഴിച്ചു, കഴുകി തന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ എന്നെ കണ്ടതേ പോയി കഴുകി എടുത്തുകൊണ്ട് ആപ്പിൾ തന്നു. ഇതിനകത്ത് കണ്ട് ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, അല്ല ഇനിയിപ്പോൾ അത് ചീഞ്ഞു പോകും, മറന്നു പോകും. എന്നാന്നോ പിന്നെ
ഒരെണ്ണം ഞാൻ കഴിച്ചു. നീ ചോറിനകത്തല്ലേ ഒരെണ്ണം കൂടെ കഴിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം കൂടെ കഴുകി കൊടുത്തന്ന്. അപ്പം ഞാൻ ഇതിനകത്തിട്ടു. എനിക്ക് വേണ്ട ചേച്ചി ഇപ്പോൾ തിന്നാനല്ലേ എന്ന് പറഞ്ഞു വഴക്ക് പറഞ്ഞപ്പോൾ ഞാനിത് അതിനകത്തിട്ടതാണ്. അപ്പം അങ്ങനെ. അപ്പം ഇന്നത്തെ ഒരു ദിവസം കുഴപ്പമില്ലാണ്ട് ദൈവം അങ്ങ് കാത്തു പരിപാലിച്ച് നടത്തി. ഇനി ചതുരപ്പയർ തോരൻ വെക്കണം. ചീരത്തോരൻ ഇച്ചിരി ഇരിപ്പുണ്ട് ഇന്നലത്തേത്. അപ്പോൾ എന്തായാലും ചതുരപ്പയർ തോരനും കൂടെ വെക്കണം. പിന്നെ കുളിയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് അടുക്കി ഒതുക്കി പെറുക്കിയൊക്കെ വെക്കാം. എന്നിട്ട് ചേട്ടായി വരുമ്പോൾ കാണിക്കാം. ചേട്ടായിക്ക് ഇഷ്ടമാകുമോ എന്ന് നോക്കാം. മാറേണ്ടി വലുതെങ്ങാനും ആണെങ്കിൽ ചെരുപ്പിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ സംശയമുണ്ട്. ഇച്ചിരി നീളക്കൂടുതൽ ഉണക്കൊക്കെ ഉണ്ട് ഇവിടെ കൊണ്ട്. പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതാണ് പിന്നെ ഞങ്ങൾ വാങ്ങിച്ചേ. നല്ല കമ്പനി ചെരുപ്പാട്ടോ. അപ്പോൾ എന്തായാലും വരട്ടെ. എന്നിട്ട് കൊടുത്തൊക്കെ നോക്കാം. പിന്നെ ഞാൻ ആ ചുരിദാറൊക്കെ അതിൻ്റെ ഷോളിൻ്റെ സൈഡിൽ കൂടെ അതിൻ്റെ പാൻറ്റിൻ്റെയൊക്കെ പിടിപ്പിച്ചിട്ട് സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. കൂട്ടത്തിൽ അവരുടെ കൂടെ ഒന്ന് ഇടിച്ചു പൊടിച്ചേരെ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്ന എല്ലാവർക്കും ടാറ്റാ.